ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മദ്രസകളിൽ ഉസ്താദുമാർ ഈ രൂപത്തിൽ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത കാമഭ്രാന്ത് തലയ്ക്ക് പിടിച്ചവന്മാര് പഠിപ്പിക്കുന്നിടത്തോളം കാലം പീഡനങ്ങൾ ഉണ്ടാകും. ഉത്തരവാദിത്വപ്പെട്ട സർക്കാർ ഈ വിഷയത്തിൽ ശക്തിയുക്തം ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥ ഉണ്ടാകും. കഴിഞ്ഞ ദിവസമല്ലേ കൊല്ലത്ത് ശാസ്താംകോട്ട ഒരു ബംഗ്ലാദേശി വിദ്യാർത്ഥിയെ കണ്ടുപിടിച്ചത്. ഇത് എവിടെ നിന്ന് വന്നു? ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച് നൂല് വഴിക്ക് ഇറങ്ങി വന്നതാണോ? മദ്രസകൾ കേന്ദ്രീകരിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ശിശുപീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോ കോഴിക്കോടാണ് 14 പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയാണ് ലൈംഗികമായിട്ടൊരു ഉസ്താദ് പീഡിപ്പിച്ചത്. എന്നിട്ട് അവന് മനസ്സിലായി പിടിക്കപ്പെടുമെന്ന്. അത് മനസ്സിലായ ഉടനെ തന്നെ അവൻ ഒളിവിലും പോയി. പക്ഷെ പോലീസ് വിട്ടില്ല. വളാഞ്ചേരി ആദവനാട് എന്ന് പറയുന്ന മദ്രസയിലെ അധ്യാപകനായിരുന്ന AK മുഹമ്മദാണ് അറസ്റ്റിലായത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഹമ്മദും റസൂലന്മാരും കൊടികുത്തി വാഴുക. ഒരു കാമഭ്രാന്തനായിട്ടുള്ള, ആരെ കിട്ടിയാലും കള്ളവെടി വെക്കുകയും തന്റെ കോടികൾ കൊടുത്ത് ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്ന ഒരു ഓസ്കാർ പൂക്കുറ്റി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അവന്റെ പേരും റസൂൽ. ആ പേരിട്ട സ്ഥിതിക്ക് അന്വർത്ഥമാക്കണ്ടേ, അർത്ഥപൂർണമാക്കണ്ടേ? ഇപ്പോൾ ദാ ഒരു AK മുഹമ്മദ്. AK മുഹമ്മദിന് AK-47 കയ്യിലുണ്ട്. അതെടുത്ത് ഉപയോഗിക്കാതെ പറ്റുമോ? ഇയാൾ ഒളിവിൽ എവിടാ പോയത്? ബീഹാറില്. വളാഞ്ചേരിക്കാരൻ വളാഞ്ചേരിയിലെ മദ്രസയിലെ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചിട്ട് ബീഹാറിൽ പോയിട്ട് ഒളിച്ച് കഴിയുക. കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവനെ പിടികൂടുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 20ഓളം കേസുകൾ വേറെയും ഇയാൾക്കെതിരെ ഉണ്ട്. എല്ലാം പീഡന കേസുകൾ. ഓരോ കേസുകൾ നടക്കുമ്പോഴും ഇവനെ രക്ഷപ്പെടുത്താൻ ആൾക്കാരുള്ളത് കൊണ്ടല്ലേ, അല്ലേ? അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും ഇവൻ പോകുന്നിടത്തെല്ലാം കുഞ്ഞുങ്ങളെ കണ്ടാൽ ഇവന്റെ ലിംഗം ഉദ്ധരിക്കുന്നത്. എന്തായിരുന്നാലും പോലീസിന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ബീഹാറിൽ നിന്ന് ഇവനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കേരളത്തിലേക്ക് കൊണ്ടുവരും. മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന കുട്ടികളെ പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. ഇതുവരെ 14 കുട്ടികളാണ് കേസുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. വരാത്തത് എത്രയുണ്ടാകും? ഈ കുട്ടികൾ പോലീസിന് മൊഴി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. പരാതികൾ പുറത്തു വന്നതോടുകൂടി പ്രതി കേരളം വിട്ടുമുങ്ങി. തുടർന്ന് ഇയാൾക്കായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചു പോലീസ്. കുട്ടികളുടെ വിശദമായ മൊഴികളും ഡിജിറ്റൽ തെളിവുകളും ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് പോലീസ് അന്വേഷണം ശക്തമാക്കിയത്. കൂടുതൽ കുട്ടികൾ സമാനമായ രൂപത്തിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും കേസെടുത്തു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും സംഭവം മറച്ചുവെക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അന്വേഷണ സംഘം പരിശോധിക്കുന്നു. ഇവനെ ആരാണ് സഹായിച്ചത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഓരോ തവണ ഓരോ മദ്രസകളിൽ ഓരോ സ്ഥലങ്ങളിൽ ഇവര് പിടിക്കപ്പെടുമ്പോഴും കൃത്യമായി ഇവർ നിയമത്തിന്റെ മുമ്പിൽ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അർഹമായ രൂപത്തിലുള്ള ശിക്ഷ ഉറപ്പുവരുത്താനും സാധിക്കുന്നില്ല. ചിലപ്പോൾ കമ്മിറ്റിക്കാരെല്ലാം കൂടെ പിടിച്ചു നിർത്തി 2 പൊട്ടിച്ച് വിടും. അടുത്ത മദ്രസയിൽ പോകും. ഇവരെന്തുകൊണ്ടാണ് കേസാക്കാത്തത്? സമുദായത്തിന് ദോഷമാണ്. പീഡിപ്പിക്കപ്പെട്ട ഏതെങ്കിലും കുട്ടികളോ പേരൻസോ രംഗത്ത് വരുമോ പരാതിയുമായിട്ട്? ഇല്ല. സമുദായത്തിന് കോട്ടം സംഭവിക്കും. അത് ഇസ്ലാം മത വിരോധികളാകുന്ന സംഖ്യകൾ എടുത്ത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യും. അതുകൊണ്ട് അത് പറ്റില്ല. ഇവര് പല രൂപത്തിലും സാമുദായിക സ്നേഹം പറഞ്ഞു ഇത്തരം കാമഭ്രാന്തന്മാരെ നിർമ്മിച്ചെടുക്കുകയായിരുന്നു. AK മുഹമ്മദ് കൃത്യമായിട്ട് ആ പേരിനോട് നീതി പുലർത്തി കേട്ടോ.
വളരെ പ്രധാനപ്പെട്ട വാർത്തയുമായാണ് ഉച്ചവാർത്ത നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. കേരളത്തിന്റെ മദ്രസകളുടെ പിറവിൽ നടക്കുന്നത് എന്താണ്? മലപ്പുറത്ത് പോക്സോ കേസിൽ മദ്രസ അധ്യാപകൻ പിടിയിൽ. 14ഓളം കുട്ടികളെ പീഡിപ്പിച്ച AK മുഹമ്മദാണ് പോലീസ് പിടിയിലായത്. വളാഞ്ചേരി ആദവനാട് മദ്രസയിലാണ് സംഭവം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 20ഓളം കേസ് ഇയാൾക്കെതിരെ നിലവിലുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കർമ്മനം ചെയ്തോടെ. ശിവദാസ്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഈ മലപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒരു മദ്രസ അധ്യാപകൻ, മതം പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് പഠിപ്പിക്കേണ്ട, നല്ല പാഠങ്ങൾ ജീവിതത്തിൽ പകർന്നു നൽകേണ്ട ഒരു അധ്യാപകനാണ് മദ്രസ അധ്യാപകൻ. അദ്ദേഹം ഈ മതപഠനത്തിന്റെ മറവിൽ പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കുന്നത്. 1ഉം 2ഉമല്ല, 14ഓളം പെൺകുട്ടികളും സംസ്ഥാനത്തുടനീളം പരാതികളുണ്ട്. അപ്പോൾ പീഡന വീരന്മാരാണോ മദ്രസ അധ്യാപകൻ? അശ്വതി, അത് തന്നെയാണ്. കാരണം മദ്രസകൾ എന്ന് പറയുന്നത് മതം പഠിപ്പിക്കുന്ന ഇടങ്ങളാണ്. പക്ഷേ അവിടെ പലപ്പോഴും ഇത്തരത്തിലുള്ള പീഡന കഥകളാണ് പുറത്തു വരുന്നത്. മുൻപും ഇത്തരത്തിൽ നിരവധി പീഡനങ്ങൾ ഈ മദ്രസയുമായി കേന്ദ്രീകരിച്ച് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ ആദവനാടുള്ള ഒരു മദ്രസയിലാണ് ഇത്തരം ഒരു കേസ് വന്നിരിക്കുന്നത്. വളാഞ്ചേരിയിലെ ആദവനാട്ടെ ഈ മദ്രസയിലുള്ള അധ്യാപകൻ 14ഓളം കുട്ടികളെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കേസ്. ഇതിൽ ഭൂരിപക്ഷവും ആൺകുട്ടികളാണ്. പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി എന്നുള്ളതാണ് കേസ്. ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് അന്വേഷിക്കുകയായിരുന്നു. ഈ സമയത്ത് പ്രതി കൂടിയായ കാസർഗോഡ് സ്വദേശിയായ AK മുഹമ്മദ് ഇയാൾ ഈ സ്ഥലത്ത് നിന്നും മുങ്ങുകയായിരുന്നു. പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കി. തുടർന്ന് ഇന്നാണ് ഈ പ്രതിയെ ബീഹാറിൽ നിന്നും പിടികൂടിയത്. ബീഹാറിൽ ഒളിവിൽ കഴിയുകയായിരുന്നു AK മുഹമ്മദ്. ഇപ്പോഴും പ്രതിയെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടില്ല. ഇപ്പോൾ കൊണ്ടുവരുന്ന വഴിയാണ്. ഏകദേശം 14ഓളം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇയാൾക്കെതിരെ 20ഓളം കേസുകൾ നിലവിൽ ഉണ്ട്. ഇയാൾ ഈ ഏതാനും വർഷം മുൻപ് മാത്രമാണ് ആദവനാടുള്ള മദ്രസയിലേക്ക് മദ്രസ അധ്യാപകനായി എത്തിയത്. അതിനകം തന്നെ മറ്റു പല ഇടങ്ങളിലും ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് പഠനം നടത്തിയിരുന്നു. ഇവിടങ്ങളിലൊക്കെ തന്നെ മുൻപും ഇത്തരത്തിലുള്ള കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. അതായത് 20ഓളം കേസുകൾ നിലവിൽ ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശിയാണ് ഇയാൾ. ഇയാളുടെ ഒരു ജോലി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മദ്രസ അധ്യാപനം തന്നെയാണ്. വിവിധ ഇടങ്ങളിൽ പോയി പഠിപ്പിക്കുകയാണ്. ഒരു സ്ഥലത്ത് കുറച്ചു കാലം നിൽക്കും, പിന്നീട് മറ്റൊരു ഇടത്തേക്ക് പോകും. അങ്ങനെ പല ഇടങ്ങളിലും മദ്രസ അധ്യാപനം നടത്തുന്നതാണ് ഇയാളുടെ ഒരു രീതി. അങ്ങനെ ഈ അടുത്ത കാലത്താണ് ഈ ആദവനാട് ഇയാൾ എത്തിയത്. പിന്നീട് ഏകദേശം 14ഓളം വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ച പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ അന്വേഷണം. പിന്നീട് ഇപ്പോൾ ഇന്ന് ഇയാളെ ബീഹാറിൽ വെച്ച് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള സംഭവം. അശ്വതി. ശരി ശിവദാസ്, വളരെ വ്യക്തമാണ് വിവരങ്ങൾ. എന്നാലും ഇത്തരത്തിൽ ഇതിനെതിരെ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും മതപുരോഹിതന്മാർ സംസാരിക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ഇത്തരക്കാരെ മദ്രസകളിൽ നിന്നും പുറത്താക്കാൻ ആര് തയ്യാറെടുക്കും? അതൊരു ചോദ്യമാണ് കേട്ടോ. വല്ലാത്തൊരു ചോദ്യമാണ്. ഏതെങ്കിലും ഒരു പെൺകൊച്ചു മതത്തിൽ നിന്നും പുറത്തു പോയാൽ ആ കൊച്ചിനെ മതത്തിൽ നിന്നും, പിന്നെ ആ കൊച്ചിനെ പള്ളി മഹലിൽ നിന്നും പുറത്താക്കാനും, ആ കൊച്ചിന്റെ മാതാവ് മരിച്ചാൽ പോലും പള്ളിയിലേക്ക് അടക്കം ചെയ്യാതിരിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാകും. പള്ളി വിലക്കും ഭ്രഷ്ടും അവരെ ഇല്ലാതാക്കാനുള്ള നടപടിക്രമങ്ങളും ഒക്കെ ഇവരാരംഭിക്കും. പക്ഷേ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ സ്വയം ചാവേറായി പൊട്ടിത്തെറിക്കാൻ തയ്യാറാകുകയോ നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദത്തിന് വിരുദ്ധമായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ അതല്ലെങ്കിൽ ഈ മദ്രസകളിൽ കുട്ടികളെ പിടിച്ച് സുന്നത്ത് ചെയ്യുകയും ഒക്കെ ചെയ്ത ഏതെങ്കിലും ഒരാളെ ഇവര് പള്ളി കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയതായിട്ട് നിങ്ങൾക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ KT ജലീൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഏതൊരു അതിക്രമം പിടിക്കപ്പെട്ടാലും അതിനകത്തൊരു മുസ്ലിം നാമധാരി ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. നമ്മളൊരു പഠനം നടത്തി നോക്കുക. ഇപ്പോ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്തൊരു ശക്തമായ ഒരു നിയമ സംവിധാനമില്ലേ? അതിനുമപ്പുറം ഒരു മതപുരോഹിതൻ തന്നെ ഇത് പറയണമെന്ന് എന്താണ് ജലീൽ സാറിന് ഇത്ര നിർബന്ധം? കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ
അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. ഞാൻ 10-12 വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാവും. നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കും, അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ? ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ. പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി, അമറുള്ളവരായി കോളേജുകളിൽ, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത്? എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ വേണ്ട വിധം നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവര് വിൽപ്പന നടത്തുന്നതും അതിന്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരും, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തും. അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും. അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വെള്ളിയാഴ്ച ഖുതുബകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക, പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക. അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള. മനസ്സിലായില്ലേ? നമ്മുടെ രാജ്യത്ത് ശക്തിയുക്തം ഒരു നിയമം ഉണ്ടെങ്കിൽ പോലും ഇസ്ലാം മതവിശ്വാസികൾക്കും മതവിധി വേണം. ലഹരി, കള്ളക്കടത്ത്, മലദ്വാർ ഗോൾഡ്, ഉമ്മറം ഗോൾഡ് ഇതൊക്കെ ഹറാമാണ്, മതത്തിന് നിഷിദ്ധമാണ് എന്ന് അവരോട് പറയണം. മറ്റ് കള്ളവും കൊലപാതകവും ഇതൊക്കെ മതത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കാര്യം മനസ്സിലായോ? 14 കുട്ടികളെ സുന്നത്ത് ചെയ്ത ഉസ്താദിനെ പള്ളിക്കകത്ത് നിന്ന് പുറത്താക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതൊന്നും അത്ര വലിയ തെറ്റൊന്നും അല്ലാത്തത് കൊണ്ടാണ്. ശരി.